എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ മുതൽ ആരംഭിക്കും. വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസി ലിസ്റ്റുകൾ നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മുതൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അല്ല ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററിക്കുള്ള അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അല്ലെങ്കിൽ അക്ഷയ വഴിയോ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോഴായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് വരുന്നതായിരിക്കും. വേക്കൻസി ലിസ്റ്റ് പരിശോധിക്കാനായിട്ട് വേക്കൻസി ലിസ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ വേക്കൻസി മനസ്സിലാക്കുകയും വേക്കൻസി പ്രകാരം ഓപ്ഷനുകൾ നൽകുകയും ചെയ്യാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാനായിട്ട് അവസരം ലഭിക്കുന്നതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിൽ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അല്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസുകളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നൽകിയുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും എവിടെയെങ്കിലും തെറ്റോ മറ്റോ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. അതിനുശേഷം നിങ്ങൾ പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരം ഉള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൺഫേം ചെയ്യും മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ പേജ് കാണാൻ സാധിക്കും. പ്രിവ്യൂ പേജ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പച്ച കളറിലുള്ള ആ ഒരു ഫുള്ളായിട്ടുള്ള നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുള്ള ഒരു പേജാണ്. അത് ഫുൾ പച്ച കളറിലായിരിക്കും ഉണ്ടാവുക. അതായത് ഹൈലൈറ്റ് ചെയ്തിട്ട് പച്ച കളറാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കത് പ്രിവ്യൂ പേജ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രിവ്യൂ പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണും. നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വല്ല തെറ്റുകളോ മറ്റോ ഉണ്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും വേക്കൻസിയിൽ ഓപ്ഷൻ നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് എവിടെയും മാറ്റം ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള സൈഡിലായിട്ടൊരു ഓരോ ഓപ്ഷൻ്റെ ഭാഗത്തായിട്ടും ഒരു പെൻസിൽ ഐക്കൺ കാണാൻ പറ്റുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ഭാഗം എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്ത് നേരത്തെയുള്ള സ്റ്റെപ്പുകൾ പോലെ തന്നെ ആ ഒരു ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് കൺഫർമേഷൻ പേജിലേക്ക് എത്താവുന്നതാണ്. പിന്നീട് എല്ലാവിധ ഡീറ്റെയിൽസും പ്രിവ്യൂ പേജിൽ ഒന്നുകൂടി പരിശോധിച്ച് എവിടെയും തെറ്റുകളില്ല, പുതുതായിട്ട് ഓപ്ഷൻ വേക്കൻസി അനുസരിച്ച് നൽകേണ്ടതില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം താഴെയായിട്ട് നിങ്ങൾക്കൊരു കൺഫർമേഷൻ ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡാറ്റാസ് വീണ്ടും ഒന്ന് പരിശോധിച്ച് എവിടെയും തെറ്റില്ല എന്നുള്ളത് പ്രത്യേകം വീണ്ടും ഉറപ്പുവരുത്തുക. അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ കാണാൻ പറ്റും. ഫൈനൽ കൺഫർമേഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള ആ ഒരു അപേക്ഷ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ അത് PDF ആയിട്ട് കറക്റ്റായിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഫയലിൽ സൂക്ഷിച്ച് വെക്കുകയോ ചെയ്യുക. കാരണം ഡിലീറ്റ് ആയി പോകരുത്. കാരണം അഡ്മിഷൻ ടൈമിൽ അത് ആവശ്യമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ വേണ്ട ഓപ്ഷനുകളൊക്കെ നൽകി എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം ഒരു തവണ കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ സ്കൂളിൽ പോയ സമയത്ത് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ ഈ ഒരു സെക്കൻഡ് സപ്ലിമെൻ്ററിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം നൽകുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്ത് അതുപോലെ ആപ്ലിക്കേഷൻ വല്ല തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയ ശേഷം നിങ്ങൾ പുതുതായിട്ട് ആപ്ലിക്കേഷൻ നൽകി കൺഫേം ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഒക്കെ നൽകി എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനുശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും എടുത്തു വയ്ക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ ആണ് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ നൽകുന്നതിനായിട്ട് സാധിക്കുള്ളൂ. അപേക്ഷ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.